എല്ലാ ദിവസവും രാവിലെ 9 മണിയാണ് അത് നിശ്ചയിച്ചിരിക്കുന്ന സമയം. 9 മണിക്ക് ആകുമ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരുമിച്ച് ചേരണം. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ വിശുദ്ധി സേനയുടെ പ്രവർത്തനം ഇവിടെയുണ്ട്. പക്ഷേ ഇത്രയും ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് എത്രയധികം പ്രവർത്തനങ്ങൾ ഉണ്ടായാലും കൂടുതൽ പ്രവർത്തനങ്ങളിലൂടെ അത് ശുചിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പവിത്രം ശബരിമല എന്ന പദ്ധതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്നത്. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നടന്നിരുന്നതാണ്. ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ആദരണീയനായ പ്രസിഡന്റ് പ്രശാന്ത് സാമക്ഷൻ. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ ശാന്തവും സുന്ദരവുമായി അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം വളരെ തൃപ്തിയോടുകൂടി മലയിറങ്ങി ഭഗവാനെ കണ്ട് ദർശനം നടത്തി മലയിറങ്ങി പോവുകയാണ്. സ്വാഭാവികമായും ഈ കാനന ക്ഷേത്രത്തിൽ ഭഗവാന്റെ പുണ്യപൂങ്കാവനത്തിൽ ഇവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മാലിന്യ നിക്ഷേപവും പ്ലാസ്റ്റിക് നിക്ഷേപവും ഒക്കെ നമുക്ക് അറിയാം. നമ്മൾ പലതവണ മാധ്യമങ്ങളിൽ കൂടിയും ഒട്ടേറെ തവണ നമ്മുടെ പല അഭ്യർത്ഥനകളുടെയും ഇത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പ്ലാസ്റ്റിക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ പരമാവധി കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പവിത്രം ശബരിമല. ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ, അത് സ്ഥിരം ജീവനക്കാരായാലും ഡെയിലി വേസ് ജീവനക്കാരായാലും ജീവനക്കാരുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തുന്ന ഒരു പദ്ധതിയാണ് പവിത്രം ശബരിമല. ഈ ഭഗവാന്റെ പുണ്യ പൂങ്കാവനം ശുദ്ധമാക്കുക, വൃത്തിയാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. എല്ലാ ദിവസവും കൃത്യം 9 മണിക്ക് നമ്മുടെ സ്ഥിരം ജീവനക്കാരും ഡെയിലി വേജസ് ജീവനക്കാരും ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള ആളുകളും കൃത്യമായി 9 മണിക്ക് ഇവിടെ എത്തിച്ചേരണം. എല്ലാ ദിവസവും ഒരു മണിക്കൂർ നമ്മൾ ഈ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയാകും. കൃത്യമായി ഇന്ന് മുതൽ, ഇന്നിപ്പോൾ വൈകുന്നേരമാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം. നാളെ മുതൽ 9 മണിക്ക് നമ്മളെല്ലാവരും ഇതേ സ്ഥലത്ത് എത്തിച്ചേരണം. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായാലും മെമ്പർമാരായാലും മറ്റെല്ലാവരും ഈ ഉദ്യമത്തിൽ പങ്കാളികളാകണം. എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഭഗവാന്റെ പൂങ്കാവനം ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ്. എല്ലാ ദിവസവും ഇത് കൃത്യമായി പരിപാലിച്ചു പോകണമെന്നുള്ള ഒരു നിർദ്ദേശവും കൂടി എനിക്കുണ്ട്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു. Vale.